ഒന്നുമല്ല, ഇത് വൈറലാണ്. ഹോൾസെയിൽ കടയിൽ കയറ്റാതിരുന്നത്. ഓർക്കുന്നുണ്ട്. കടയിലോട്ട് ഞങ്ങളെ കയറ്റി കൂടിയില്ല. ഞാനിത് രണ്ടിലോട് സാധനം ചുമന്നുകൊണ്ടാണ് മാർക്കറ്റിൽ കൂടെ നടന്നത്. കൽക്കട്ടയുടെ സ്ട്രീറ്റ്സിൽ കൂടെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു വുമൺ ഓണ്ടർപ്രണറെ സംബന്ധിച്ച് ഈ ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ട്രഗിളാണ്. എന്റെ പേര് റോബിൻ മാത്യു. ഞാൻ ക്ലാര റോബിൻ. ഞങ്ങള് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിനെ പറ്റിയും അത് എങ്ങനെയാണ് ഇവിടം വരെ എത്തിയതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കൊച്ചു മോളൊക്കെ അവള് LKG UKG ഒക്കെ പഠിക്കുന്ന ടൈമിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2016. എനിക്ക് സാരിയോട് ഒരുപാട് ക്രേസ് ഉള്ള ഒരാളാണ്. ഏത് പുതിയ ടൈപ്പ് സാരി കണ്ടാലും ഞാനത് വാങ്ങാറുണ്ട്. പ്രത്യേകിച്ച് സിൽക്ക് സാരീസിനോടായിരുന്നു കൂടുതൽ താല്പര്യം. അപ്പൊ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, എന്നാ പിന്നെ നിനക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൂടെ? ഞാൻ പറഞ്ഞു, അയ്യോ എന്നെ കൊണ്ടത് പറ്റില്ല, എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, അത്രയും ഒരു റിസ്ക് ഒന്നും എടുക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, അതിനെന്താ നീ ചെയ്യേ. ഞാനപ്പോൾ ചോദിച്ചു, ഈ എടുത്ത സാരികൾ വിറ്റ് പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് തോന്നുന്നു ഒരു 3 ലക്ഷം രൂപയുടെ സാധനമാണ് ആദ്യം ഞങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ ആ സാരീസ് എല്ലാം വിറ്റ് പോയി കഴിഞ്ഞപ്പം വീണ്ടും ഇതിനൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി. നമ്മുടെ സാരീസ് എല്ലാം സിംഗിൾ പീസുകൾ മാത്രമേ ഉള്ളൂ. കാരണം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പോയി ഹാൻഡ് പിക്ക് ചെയ്തെടുക്കുന്ന സാധനങ്ങളാണ്. അപ്പം നിങ്ങളിപ്പം കണ്ട ഒരു സാധനം പിന്നീട് വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ സാധനം കണ്ടെന്ന് വരില്ല. അതിൻ്റെ ഒരു ഒറ്റ പീസേ നമ്മുടെ കാണുകയുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം സിൽക്കിനോടായിരുന്നു താല്പര്യം. അങ്ങനെ നമ്മൾ സിൽക്ക് സാരീസിൻ്റെ അന്വേഷണമായി. അങ്ങനെ ഞങ്ങൾ സിൽക്ക് സാരീസ് ഒക്കെ കണ്ടു. ഞങ്ങൾ കുറേ സാരികൾ പർച്ചേസ് ചെയ്തു. പിന്നെ കുറേ കോട്ടൺ സൽവാസും ഒക്കെ വാങ്ങി. അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഞങ്ങൾ ഗ്രേപ്പ് വൈൻ ടെക്സ്റ്റൈൽ ട്രേഡിംഗ് LLP എന്നാണ് ഞങ്ങളുടെ പേരന്റ് കമ്പനിയുടെ പേര്. അതിനകത്തെ ഒരു ഫേമാണ് ബുട്ടിക് പ്രയാൺ.